Hi friends, welcome to CSPSC Tutorials. കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് PSCയിൽ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ജൂനിയർ മാനേജർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സപ്ലൈകോയിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നു കഴിഞ്ഞതാണ്. ഇതിൻ്റെ എക്സാം നമ്മളുടനെ പ്രതീക്ഷിക്കുന്നതുമാണ്. കൂടാതെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരുന്നതായിരിക്കും. ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പോളിടെക്നിക്സിൽ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ സിസ്റ്റം മാനേജറുണ്ട്, സിസ്റ്റം അനലിസ്റ്റ്, പ്രോഗ്രാമർ, ഇങ്ങനെയുള്ള പോസ്റ്റുകളെല്ലാം ഉടനെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഈ പോസ്റ്റുകൾക്കെല്ലാം വേണ്ടിയിട്ട് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ബേസിക് മെറ്റീരിയൽസ്, അതായത് ബേസിക്കായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ്, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ കുറച്ച് വീഡിയോസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു കമ്പ്യൂട്ടർ സയൻസ് എക്സാം ആണെങ്കിലും നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തതിന് ശേഷമാണ് അഡ്വാൻസ്ഡ് ടോപ്പിക്സ്, കമ്പ്യൂട്ടർ സയൻസിലെ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് നമ്മൾ നോക്കേണ്ടത്. സാധാരണ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നത് ടോപ്പിക്സിൽ നിന്ന് 10 മാർക്സ് വെച്ചിട്ട് ഓരോ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. ദെൻ അഡ്വാൻസ്ഡ് ടോപ്പിക്സും ലേറ്റസ്റ്റ് ടെക്നോളജീസും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് കാണാറുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇനി മുതലല്ല, കഴിഞ്ഞ ഒരു കൊല്ലം മുതലുള്ള എക്സാംസിനെല്ലാം GK ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 100 മാർക്കിനും നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. നമ്മുടെ ബേസിക്കായിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് ഇതൊക്കെയാണ്: കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഡാറ്റ സ്ട്രക്ചർ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഇത്രയും കഴിഞ്ഞതിന് ശേഷം അഡ്വാൻസ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് പിന്നീട് പറയാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് DBMSൻ്റെ കുറച്ച് ടോപ്പിക്സാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് DBMSൻ്റെ സിലബസിൽ നമ്മൾ ഏതൊക്കെ പോർഷൻസാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. DBMSൽ വരുന്നത് നമ്മൾ ഡാറ്റാബേസ് ലാംഗ്വേജസ്, ഡാറ്റാബേസ് മോഡൽസ്, 3 ടയർ ആർക്കിടെക്ചർ, ലെവൽസ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ ഇൻഡിപെൻഡൻസ്, ഡിഫറെൻറ്റ് കീസ്, സ്കീമാസ്, സബ് സ്കീമ, ഇൻസ്റ്റൻസ്, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, നോർമലൈസേഷൻ, റിലേഷണൽ ആൾജിബ്ര, റിലേഷണൽ കാൽക്കുലസ്, ആസിഡ് പ്രോപ്പർട്ടീസ്, ഡാറ്റ ഡിക്ഷണറി, ER ഡയഗ്രാം, വ്യൂ, ട്രിഗർ, സ്റ്റോർഡ് പ്രൊസീജിയർ, SQL ക്വറീസ്. ഇത്രയാണ് മെയിൻ ടോപ്പിക്സ്. അഡീഷണലായിട്ട് നമ്മൾ പിന്നെ നോക്കേണ്ടത് ഡൊമൈൻ ആൻഡ് ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ്, B-ട്രീ, QBE ലാംഗ്വേജ്, സ്റ്റോറേജ് ആൻഡ് ഫയൽ സ്ട്രക്ചേഴ്സ്, ഇൻഡെക്സിംഗ് ആൻഡ് ഹാഷിംഗ്, ക്വറി പ്രോസസ്സിംഗ്. ഇതിലെ ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, അതിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റാബേസ് ലാംഗ്വേജസ് ആണ്. ഡാറ്റാബേസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡാറ്റ, ഇൻഫർമേഷൻ, ഡാറ്റാബേസ്, DBMS, RDBMS, അങ്ങനെയുള്ള ടോപ്പിക്സ് എല്ലാം നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ഡാറ്റാബേസ് ലാംഗ്വേജസ് ആണ്. എന്തൊക്കെയാണ് ഡാറ്റാബേസിൻ്റെ ഓപ്പറേഷൻസ്? റീഡ്, അപ്ഡേറ്റ്, സ്റ്റോർ, മാനിപ്പുലേറ്റ് ഡാറ്റ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് ഡാറ്റാബേസ് ലാംഗ്വേജസ്. റീഡ്, അപ്ഡേറ്റ്, മാനിപ്പുലേറ്റ് ആൻഡ് സ്റ്റോർ ഡാറ്റ in a database are done by using database languages. There are 4 types of database languages: DDL, DML, DCL and TCL. ഫസ്റ്റ് നമുക്ക് DDL നോക്കാം. DDL ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡാറ്റാബേസ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് DDL. It is used to create schema, tables, indexes, constraints, etc. in the database. It's also used to store the information of metadata. Metadata എന്ന് പറഞ്ഞാൽ എന്താണ്? Metadata, data about data. അതായത് ഡാറ്റയുടെ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നെയിം, ഒരു ഡാറ്റാബേസിൻ്റെ ഫീൽഡ് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഡാറ്റ ടൈപ്പ് ഉണ്ടാവാം, അതിൻ്റെ സൈസ് ഉണ്ടാവാം, ഇങ്ങനെയുള്ള ഡാറ്റയുടെ മോർ ഇൻഫർമേഷൻ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് DDL യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേബിൾസ്, സ്കീമാസ്, ദെയർ നെയിംസ്, ഇൻഡെക്സസ്, കോളംസ് ഇൻ ഈച്ച് ടേബിൾ, കൺസ്ട്രെയിൻസ്, എക്സെട്ര.
ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് DDL. ഈ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കമാൻഡ്സ് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഏതെല്ലാം ഓപ്ഷൻസ് തന്നിട്ട് ഇതിലേതാണ് DDL വരുന്നത് ഏതാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് കണ്ടിട്ടുള്ളത്. DDL വരുന്ന കമാൻഡ്സ് ഇതൊക്കെയാണ്: ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്, ട്രൺകേറ്റ്, റീനെയിം, കമൻറ്റ്. ഇതാണ് നന്നായിട്ട് നോക്കേണ്ട ഒരു പോർഷൻ. ഓപ്ഷൻസ് തന്നിട്ട് ഇതിലേതാണ് DDL, അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ക്രിയേറ്റ് കമാൻഡ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ, വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ എല്ലാം ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. ഓൾട്ടർ നമ്മൾ വൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ മോഡിഫൈ ചെയ്യാനാണ് ഓൾട്ടർ യൂസ് ചെയ്യുന്നത്. വ്യൂ ആയാലും ടേബിൾ ആയാലും ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് മോഡിഫൈ ചെയ്യുന്നത്. കോളംസ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നതെല്ലാം ഓൾട്ടർ യൂസ് ചെയ്തിട്ടാണ്. ഡ്രോപ്പ് നമുക്ക് ടേബിൾ ആയാലും വ്യൂ എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡ്രോപ്പ് കമാൻഡ്. ട്രൺകേറ്റ് എംപ്റ്റി ആക്കാൻ വേണ്ടിയിട്ട്, റോസ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ടാണ് ട്രൺകേറ്റ് യൂസ് ചെയ്യുന്നത്. റീനെയിം, ടേബിൾസ് എല്ലാം റീനെയിം ചെയ്യാം. കമൻറ്റ്സ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് DML, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആക്സസിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഡാറ്റ ഇൻ ഡാറ്റാബേസ്. ഇറ്റ് ഹാൻഡിൽസ് യൂസർ റിക്വസ്റ്റ്. ഇതിൽ വരുന്ന കുറച്ച് കമാൻഡ്സ് ആണ്, DML വരുന്നതാണ്. സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വറീസ് ഇതൊക്കെയാണ്: സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഇതെല്ലാം വരുന്നത് DML-ലാണ്. നെക്സ്റ്റ് DCL, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിട്രീവ് ദ സ്റ്റോർഡ് ഓർ സേവ്ഡ് ഡാറ്റ. കമാൻഡ്സ് ഇതൊക്കെയാണ്: ഗ്രാൻറ്റ്, റിവോക്ക്. ഗ്രാൻറ്റ് is used to give user access privileges to the database. Revoke is used to take back permissions from the user. Next TCL, transaction control language. It is used to run the changes made by the DML statement. Commit and rollback are the statements come under TCL. Commit is used to save the transaction on the database. Rollback is used to restore the database to original since last commit. കമ്മിറ്റും റോൾബാക്കും TCL ആണ്. DCL വരുന്നതാണ് ഗ്രാൻറ്റ്, റിവോക്ക്. നെക്സ്റ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ്. ഡാറ്റാബേസ് മോഡൽസിനെ കുറിച്ചിട്ട് നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ER മോഡലിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഡാറ്റാബേസ് മോഡൽസിൻ്റെ ഈ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ER മോഡലിംഗ്, അതിലെ സിമ്പിൾസും കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസുമാണ് പറയാൻ പോകുന്നത്. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ഇറ്റ് ഈസ് എ ഹൈ ലെവൽ ഡാറ്റ മോഡൽ. This model is used to define the data elements and relationship for a specified system. In ER modeling, the database structure is portrayed as a diagram called entity relationship diagram. It develops a conceptual design for the database. ER ഡയഗ്രത്തിൻ്റെ സിമ്പിൾസ് ഏത് എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ സിമ്പിൾസ് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. എൻറ്റിറ്റി സെറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിളാണ്. ആട്രിബ്യൂട്ട്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓവലാണ്. റിലേഷൻഷിപ്പ് ഡയമണ്ട് ബോക്സ് ആണ്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ ഡോട്ടഡ് എക്ലിപ്സ് ആണ്. വീക്ക് എൻറ്റിറ്റി സെറ്റ് ആണെങ്കിൽ ഡബിൾ റെക്റ്റാങ്കിളാണ്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ ഡബിൾ ഓവലാണ്. ഐഡൻറ്റിഫൈങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഡബിൾ റെക്റ്റാങ്കിളാണ്. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ചോദിക്കാറുള്ള സിമ്പിൾസ് വരുന്നത്. എൻറ്റിറ്റി സെറ്റ് റെക്റ്റാങ്കിൾ, ആട്രിബ്യൂട്ട്സ് ഓവൽ അല്ലെങ്കിൽ എക്ലിപ്സ്, റിലേഷൻഷിപ്പ് ഡയമണ്ട് ആണ്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് ആണ് മെയിനായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഡിറൈവ്ഡ് ആണെങ്കിൽ ഡോട്ടഡ് അല്ലെങ്കിൽ നമ്മൾ ഡോട്ടഡ് എക്ലിപ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡാഷ്ഡ് എക്ലിപ്സ് എന്ന് പറയാം. മൾട്ടി വാല്യൂഡ് ആണെങ്കിൽ മൾട്ടി വാല്യൂഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, മൾട്ടിപ്പിൾ, ഡബിൾ,
ഓവൽ ആണ് അതിൻ്റെ സിമ്പിൾ വരുന്നത്. വീക്ക് എൻറ്റിറ്റി സെറ്റ് ആണെങ്കിൽ ഡബിൾ റെക്റ്റാങ്കിൾ വരുന്നുണ്ട്. ER മോഡലിൽ വരുന്ന ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ER മോഡലിൽ എൻറ്റിറ്റി ഉണ്ട്. എൻറ്റിറ്റിയിൽ തന്നെ വീക്ക് എൻറ്റിറ്റി വരുന്നുണ്ട്. ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ കീ ആട്രിബ്യൂട്ട്, കമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്, അങ്ങനെ ആട്രിബ്യൂട്ട്സ് തന്നെ 4 ടൈപ്സ് ആയിട്ട് 4 or 5 ഇതിൽ കൂടാതെ തന്നെ സിമ്പിൾ ആട്രിബ്യൂട്ട് അങ്ങനെയെല്ലാം കാണുന്നുണ്ട്. അത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ദെൻ റിലേഷൻഷിപ്സ് തന്നെ റിലേഷൻഷിപ്സ് നോക്കുകയാണെങ്കിൽ 1 to 1, 1 to many, many to 1, many to many, ഇങ്ങനെയാണ് റിലേഷൻഷിപ്സ് വരുന്നത്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എൻറ്റിറ്റി. എൻ എൻറ്റിറ്റി മേ ബി എനി ഒബ്ജക്റ്റ്, ക്ലാസ്, പേഴ്സൺ ഓർ പ്ലേസ്. ഇൻ ER ഡയഗ്രാം എൻ എൻറ്റിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് റെക്റ്റാങ്കിൾസ്. ഇനി എന്താണ് വീക്ക് എൻറ്റിറ്റി നോക്കാം. വീക്ക് എൻറ്റിറ്റി, an entity that depends on another entity is called a weak entity. ചൈൽഡ് എൻറ്റിറ്റി എന്നൊക്കെ പറയും. നമ്മളൊരു മെയിൻ ടേബിളും അതിൻ്റെ ചൈൽഡ് ടേബിളും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിൽ ചൈൽഡ് ടേബിളിനെയാണ് വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അനദർ എൻറ്റിറ്റി. ദ വീക്ക് എൻറ്റിറ്റി ഡസ് നോട്ട് കണ്ടെയ്ൻ എനി കീ ആട്രിബ്യൂട്ട് ഓഫ് ഇറ്റ്സ് ഓൺ. വീക്ക് എൻറ്റിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡബിൾ റെക്റ്റാങ്കിൾ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഡബിൾ റെക്റ്റാങ്കിൾ വീക്ക് എൻറ്റിറ്റി. Next one, attribute. The attribute is used to describe the property of an entity. ഒരു എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടി ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് ആട്രിബ്യൂട്ട്. എക്ലിപ്സ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ആൻ ആട്രിബ്യൂട്ട്. ഫോർ എക്സാമ്പിൾ, ID, ഏജ്, കോണ്ടാക്ട് നമ്പർ, നെയിം എക്സെട്ര ക്യാൻ ബി ദ ആട്രിബ്യൂട്ട്സ് ഓഫ് സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻ്റ് ആണ് എൻറ്റിറ്റി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ വരും? സ്റ്റുഡൻറ്റിന് ID ഉണ്ടായിരിക്കാം, ഏജ്, കോണ്ടാക്ട് നമ്പർ, അഡ്രസ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ആ ആട്രിബ്യൂട്ട്സ് എല്ലാം എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എക്ലിപ്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എൻറ്റിറ്റി ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ടാണ്. ഈ ആട്രിബ്യൂട്ട്സിൽ വരുന്ന മറ്റുള്ള ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കീ ആട്രിബ്യൂട്ട്. കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ടേബിൾ ആണെങ്കിൽ അതിനകത്തൊരു പ്രൈമറി കീ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻറ്റിറ്റി ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ബൈ കീ ആട്രിബ്യൂട്ട്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ പ്രൈമറി കീ. ദ കീ ആട്രിബ്യൂട്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആൻ എലിപ്സ് വിത്ത് ദ ടെക്സ്റ്റ് അണ്ടർലൈൻഡ്. നേരത്തെ പറഞ്ഞ സ്റ്റുഡൻറ്റ് ടേബിളിൽ സ്റ്റുഡൻറ്റിൻ്റെ ID ആയിരിക്കും പ്രൈമറി കീ. അപ്പോൾ പ്രൈമറി കീ ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് ID നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. കമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. കമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ 1 ആട്രിബ്യൂട്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അഡ്രസ്സിന് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഹൗസ് നമ്പർ, സ്ട്രീറ്റ് നെയിം, പിൻകോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഡ്രസ്സിന് തന്നെ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ്, ഒരു ആട്രിബ്യൂട്ടിനെ തന്നെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറെ ആട്രിബ്യൂട്ട്സ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളതിനെ കമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നു. ഇനി എന്താണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് നോക്കാം. An attribute can be derived from other attribute is known as derived attribute. ഡാഷ്ഡ് എലിപ്സ് ആയിട്ടാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റിൻ്റെ ഏജ്, നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഏജ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏജ് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടിന് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് 2 ആട്രിബ്യൂട്ട്സും കൂടി നോക്കാം. സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് ആൻഡ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സിനകത്ത് ഒരു സിംഗിൾ വാല്യൂ മാത്രം അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്. നോർമൽ എക്സാമ്പിൾ ഏജ്, മാർക്ക്, അങ്ങനെയെല്ലാം സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്, ദേ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ വാല്യൂസ്. എക്സാമ്പിൾ ഫോൺ നമ്പർ. ഫോൺ നമ്പർ, എ സ്റ്റുഡൻറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ 1 ഫോൺ നമ്പർ. ഒരു ഫീൽഡിൽ തന്നെ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഡാറ്റ നമുക്ക് ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു.
ആട്രിബ്യൂട്ട്സ് ആകുമ്പോൾ തന്നെ അത് എക്ലിപ്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മൾട്ടി വാല്യൂഡ് ആകുമ്പോൾ ഡബിൾ എക്ലിപ്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്, സ്കീമ. എന്താണ് സ്കീമ? Schema is the skeleton structure that represents the logical view of the entire database. It defines how the data is organized and how the relations among them are associated. സ്കീമയിലാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എല്ലാം എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡാറ്റ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റയർ സ്ട്രക്ചർ, എൻ്റയർ ലോജിക്കൽ വ്യൂ ഓഫ് ദ ഡാറ്റാബേസ് ക്യാൻ ബി ഡിസൈൻ by using schema. സ്കീമ ഡീറ്റെയിൽസ് നമുക്ക് സ്കീമ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കീമ എന്താണെന്ന് നോക്കാം. എല്ലാ എക്സാമിനും അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്കീമ, ഇൻസ്റ്റൻസ് ഇങ്ങനെയുള്ള ഓപ്ഷൻസിലെങ്കിലും വരാത്തതായിട്ട് കാണാറില്ല. It represents the logical view of the entire database, skeleton structure of the entire database. It defines how the data is organized and how the relations among them are associated. Types of schema. There are two types of schema: physical database schema and logical database schema. Physical database schema is the actual storage of data and its form of storage of files, indexes, etc. It defines how the data will be stored in a secondary storage. ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമയിൽ സ്റ്റോറേജ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾ സ്കീമ ഡിഫൈൻ ചെയ്യുമ്പോൾ സ്കീമ എന്ന് പറഞ്ഞാൽ തന്നെ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറാണ്, ഇത് എൻ്റെ സ്ട്രക്ചറാണ്. അതിൽ തന്നെ സ്റ്റോറേജ്, ആക്ച്വൽ സ്റ്റോറേജ്, ഡാറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഫയൽസ്, അതിൻ്റെ ഇൻഡെക്സസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെക്കൻഡറി സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമയാണ്. ദെൻ ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമ. ദിസ് സ്കീമ ഡിഫൈൻസ് all the logical constraints that needed to be applied on the data stored. It defines tables, views and integrity constraints. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾസ്, വ്യൂസ് അതെല്ലാം ഏത് സ്കീമയിലാണ് വരുന്നത്? ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമയിലാണ് വരുന്നത്. ആക്ച്വൽ സ്റ്റോറേജ് ഡീറ്റെയിൽസാണ് ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമയിൽ വരുന്നത്. നെക്സ്റ്റ് ഡാറ്റാബേസ് ഇൻസ്റ്റൻസ്. നേരത്തെ നമ്മൾ സ്കീമ നോക്കി. സ്കീമ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറാണ്. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ഡാറ്റ ഓർ ഇൻഫർമേഷൻ. ബട്ട് ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസിലുള്ള ഡാറ്റയുടെ ഡീറ്റെയിൽസാണ് ഡാറ്റാബേസ് ഇൻസ്റ്റൻസിൽ വരുന്നത്. ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഓപ്പറേഷണൽ ഡാറ്റാബേസ് വിത്ത് ഡാറ്റ അറ്റ് എനി ഗിവൺ ടൈം. ഇറ്റ് കണ്ടെയ്ൻസ് എ സ്നാപ്ഷോട്ട് ഓഫ് ദ ഡാറ്റാബേസ്. ഡാറ്റാബേസ് ഇൻസ്റ്റൻസിൽ പർട്ടിക്കുലർ ടൈമിലുള്ള ഏത് ഡാറ്റയാണ് അതിനകത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെയാണ് ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ സ്നാപ്ഷോട്ട് ഓഫ് ദ ഡാറ്റാബേസ്. മെറ്റാഡാറ്റ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. മെറ്റാഡാറ്റ ഈസ് ദ ഡാറ്റ അബൌട്ട് ഡാറ്റ. ദിസ് ഈസ് ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ബൈ ദ DBMS ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ ഇറ്റ്. Example, when I store my name in a database, the DBMS will store when the name was stored in the database, what is the size of the name, is it stored as a related data to some other data or is it independent. All this information is metadata. ഒരു ഡാറ്റയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിനെയാണ് മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. അതെപ്പോൾ സ്റ്റോർ ചെയ്തു, അതിൻ്റെ സൈസ് എന്താണ്, അതിൻ്റെ ടൈപ്പ് എന്താണ്, അതെന്തെങ്കിലും കൺസ്ട്രെയിൻ ഉണ്ടോ, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിനാണ് മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. ഇനി കുറച്ച് കോമൺ ടേംസ് എക്സാംസിന് ഓപ്ഷൻസിലോ അല്ലാതെയും കാണുന്ന കുറച്ച് കോമൺ ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റിലേഷൻ. എ റിലേഷൻ കൺസിസ്റ്റ് ഓഫ് എ ഹോമോജീനിയസ് സെറ്റ് ഓഫ് ടപ്പിൾസ്. റിലേഷൻ എന്ന് പറഞ്ഞാൽ RDBMSൽ ടേബിൾസിന് പറയുന്ന പേര് തന്നെയാണ് റിലേഷൻ. റിലേഷൻ കൺസിസ്റ്റ് ഓഫ് എ ഹോമോജീനിയസ് സെറ്റ് ഓഫ് ടപ്പിൾസ്. അപ്പോൾ എന്താണ് ടപ്പിൾസ്? ടപ്പിൾസ് ആർ ദ മെമ്പേഴ്സ് ഓഫ് എ റിലേഷൻ.
An entity type having attributes can be represented by set of these attributes called tuple. അതായത് നമ്മുടെ ഒരു റോയിനെയാണ് ഈ ടപ്പിൾ എന്ന് പറയുന്നത്. മെമ്പേഴ്സ് ഓഫ് എ റിലേഷൻ ടപ്പിൾ, അതായത് ഒരു റോ, അതിനാണ് ടപ്പിൾ എന്ന് പറയുന്നത്. ഇനി ആട്രിബ്യൂട്ട്, നമ്മൾ മോഡലിൽ നോക്കിയതാണ് ആട്രിബ്യൂട്ട്. ഇനി ഡാറ്റാബേസിൽ RDBMS ടേംസിലാണെങ്കിൽ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽഡിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. An object or entity is characterized by its properties or attributes. RDBMS attributes correspond to fields. നമ്മളൊരു റിലേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻ്റ് എന്നുള്ള ടേബിളിന് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നു. ആട്രിബ്യൂട്ട്സ്, അതിലുള്ള ഫീൽഡ്സിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സ്റ്റുഡൻ്റ് ID, ഏജ്, മാർക്ക്, അഡ്രസ്സ്, ഇതെല്ലാം ആട്രിബ്യൂട്ട്സ് ആണ്. ഡൊമൈൻ, the set of allowable value for the attribute is the domain of the attribute. The set of allowable value for the attribute. ഒരു ആട്രിബ്യൂട്ടിനകത്തും ഏതൊക്കെ വാല്യൂസ് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ വാല്യൂസാണ് അതിനകത്ത് ഉള്ളത്, അതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കാർഡിനാലിറ്റി. The number of instances of each entity involved in an instance of a relation. Number of instances of each entity ആണ് കാർഡിനാലിറ്റി. അല്ലെങ്കിൽ the number of tuples in a relation എന്ന് പറഞ്ഞാലും കാർഡിനാലിറ്റിയാണ്. കാർഡിനാലിറ്റി, the number of instances of each entity or the number of tuples in each relation. DBMSൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു ഓൾ.